വരുന്നത് കാണുന്നില്ല. അനീഷിന് വ്യക്തമായ PR ഉണ്ട്. ആൾക്കൂട്ട ആക്രമണം നടത്തുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ലക്ഷ്മിക്ക്. കാരണം നമസ്കാരം. ബിഗ് ബോസിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം സാബുമോൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് അനീഷിന് PR ഉണ്ടെന്ന്. ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കാര്യം മറ്റൊരു കാര്യം പറഞ്ഞേക്കുന്നത് ലക്ഷ്മിയെ ഒത്തിരി സപ്പോർട്ട് ചെയ്താണ് സാബുമോന്റെ പോക്ക് അതിനകത്ത് കണ്ടത്. ലക്ഷ്മിക്ക് നല്ല എൻകറേജ്മെന്റ് കൊടുത്തിട്ടാണ് സാബുമോൻ അവിടെ ഇറങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ബിഗ് ബോസിനുള്ളിൽ നടന്ന ലൈവ് അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 2-3 കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു ക്യാപ്റ്റൻസി ടാസ്കുകൾ നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജയിൽ നോമിനേഷൻ ലക്ഷ്മിയും അനീഷും വീണ്ടും പോയി. അതൊക്കെ ഇവർ അർഹരാണോ എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എന്നാലും ശരി, സാബുമോൻ വന്നിട്ട് പറഞ്ഞിട്ട് ഉള്ളത് അനീഷിന് PR വർക്ക് ഉണ്ട്. ഇപ്പൊ ഈ PR വർക്ക് എന്ന് പറഞ്ഞ സാധനം തന്നെ വന്നത് സത്യത്തിൽ അനുമോടെ കേസിലാണ്. 16 ലക്ഷത്തിന്റെ ഒരു കണക്ക്. അത് ആര് കൊണ്ടുവന്ന് ബിന്നിയുടെ ഹസ്ബൻഡ് അവിടെ വന്നതിന് ശേഷമാണ് ഈ ഒരു സ്പാർക്ക് അവിടെ കിട്ടുന്നത്. അപ്പോഴത്തേക്ക് അത് ഷാനവാസും മറ്റേതെല്ലാം കൂടെ പാവം അനീഷിന് എനിക്ക് തോന്നുന്നില്ല. അനീഷ് ഇതിന് ഈ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി കുറെ തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്ത ഒരാളാണെന്ന് ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ബാങ്ക് മാനേജറായിട്ടിരുന്നതാണ്. അപ്പൊ അയാൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. പിന്നെ ഈ പറയുന്ന ക്രൂരമുഖങ്ങളൊന്നും ഇല്ല എന്ന് ഇന്നും ജയിലിൽ വെച്ച് വായങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് പതുക്കെ വരാം കാര്യങ്ങളിലേക്ക്. പിന്നെ ആര്യൻ ജിസേലിനെ കുറിച്ച് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്, പക്ഷെ അതാരും അത്ര വലിയ സീരിയസ് ആയിട്ടൊന്നും എടുത്തില്ല. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ജിസേലിനെ കുറിച്ച് പറഞ്ഞ പരാമർശത്തെ കുറിച്ച് വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട്. കാര്യം കൂടെ ആത്മാർത്ഥമായിട്ട് ജിസേലിനെ സ്നേഹിച്ചു നിന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ് വെറും എനിക്കൊരു ഹണിമൂൺ ഷോ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അതൊരു ഒരു വൃത്തിയായിട്ട ആര്യന്റെ ഒരു ഡിഗ്നിറ്റി, അതിന്റെ ഒരു പേഴ്സണാലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് വെളിയിൽ ഇറങ്ങിയ പോലും. അതുപോലെ തന്നെ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തിൽ അനീഷ് സ്ക്രീൻ സ്പേസ് കിട്ടുന്നില്ല, ക്യാമറ സ്പേസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നെവിനുമായിട്ടൊരു ശണ്ട ഉണ്ടാക്കുന്ന രംഗങ്ങള്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഇതെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ക്യാപ്റ്റൻസിയിലേക്ക് ഇന്ന് പോയത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, സാബുമാൻ ലക്ഷ്മിയെ ശരിക്കും സപ്പോർട്ട് ചെയ്തിരുന്നു. അനീഷിന് കേറിയപ്പോഴേ അനീഷിനെ ഉടക്കാണ്. അത് തന്നെ വെളിയിൽ വന്നപ്പോഴും സാബുമോൻ കാണിക്കുന്നത് അനീഷിന് PR ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അനീഷിനെ ഡീഗ്രേഡ് ചെയ്യുന്നൊരു സാധനമാണ് പറയുന്നത്. ലക്ഷ്മിയെ ഒത്തിരി ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് വെളിയിൽ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞാല് ബിഗ് ബോസ് പറഞ്ഞേക്കുന്ന ക്യാപ്റ്റൻസിയിലേക്ക് ഓരോരുത്തർ തെരഞ്ഞെടുക്കാൻ പറയുമ്പോൾ മറ്റു മാനദണ്ഡങ്ങളൊന്നും പറയാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് ടാസ്ക് ബേസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇതുവരെ നടന്ന ടാസ്കിനെയൊക്കെ ബേസ് ചെയ്ത് വേണം കഴിഞ്ഞ ആഴ്ചത്തെ എന്ന് പറഞ്ഞു. പക്ഷെ ഏറെക്കുറെ കുറച്ചുപേര് നീതിപൂർവമായി അത് ചെയ്തിട്ടുണ്ട്. കാര്യം ആര്യന്, സാബുമാന്, അനുമോള് അവര് കറക്റ്റ് ക്യാപ്റ്റൻസിയിലേക്ക് ടാസ്ക് വൈസ് വരേണ്ടതാണ്. ഈ നൂറയുടെയും നെവിന്റെയൊക്കെ പേര് പറഞ്ഞു വരും. ഇതൊരു ഗ്രൂപ്പിസക്കാരാണ്. നമുക്കിതിനത്തില് വ്യക്തമായിട്ട് ചില കാര്യങ്ങള് ഇതിനത്തില് ഇവര് ഒരു ബിഗ് ബോസ് പറയുന്ന കാര്യത്തില്ല. ബിഗ് ബോസിനത് അതൊക്കെ ബിഗ് ബോസ് വിലയിരുത്തും. ഇവരീ പറയുന്നൊന്നും അംഗീകരിക്കത്തൊന്നുമില്ല. ക്യാപ്റ്റൻസിയിലൊക്കെ ഒരു അങ്ങോട്ട് ഇത് കൊടുത്തൊന്നും അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കിയെന്നും പറഞ്ഞിട്ട് ബിഗ് ബോസിൽ നിന്നൊന്നും പുറത്താക്കാൻ പറ്റത്തില്ല. വോട്ടിംഗ് ശതമാനത്തിൽ നല്ല ടോപ്പിൽ നിൽക്കുകയാണ് അനീഷ്. അനുമോൾ ഇപ്പൊ സെക്കൻഡായി. നേരത്തെ ഷാനവാസ് ആയിരുന്നു, 3ാമത് ഷാനവാസ് നിൽക്കുന്നു. അക്ബർ ഇങ്ങനെയൊക്കെ നിൽക്കുകയാണ്. ആര്യനൊക്കെ വളരെ പുറയിലാണ്. അതുപോലെ തന്നെ ബിന്നിയൊക്കെ പുറയിലാണ്. ബിന്നിയുടെയൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത ആഴ്ചയൊക്കെ ചുമ്മാ റൂമർ വരുന്നുണ്ട്. പക്ഷെ ബിന്നിയൊക്കെ ആണോ പോകുന്നത് അടുത്ത ആഴ്ച എന്ന് നമ്മൾ സംശയിച്ചു പോവുകയാണ്. അടുത്ത ആഴ്ച ആരാണ് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച മീൻസ് നാളെ ആരാണ് എവിക്റ്റ് ആകാൻ സാധ്യതയുള്ളത്? സാബുമാന്റെ ഇപ്പോഴത്തെ ഒരു ഗ്രാഫ് വെച്ച് സാബുമാൻ പോവാൻ സാധ്യതയില്ല. അപ്പൊ ബിന്നി അക്ബറിനെ വിടാൻ ചാൻസ് ഇല്ല. ബിന്നി ആദില ഒക്കെയാണ് ഇതിനകത്തൊരു ചാൻസ് വരുന്നത്. കൂടുതലും ചാൻസ് ബിന്നിക്കാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ആര്യന്റെ വിഷയം വീണ്ടും എടുത്തിട്ടേക്കാണ് ജിസേലിന്റെ കാര്യം. സാബുമോൻ മാനെ വരത്തുള്ളൂ. സാബുമോൻ വന്നപ്പോ ചോദിച്ചു
നീ പിന്നെ ഒത്തിരി ജിസേലിനെ കുത്തി ഒത്തിരി പറയാറുണ്ട്, പാവാട തൂങ്ങി നടക്കുക, മറ്റേ കുറച്ച് തുണി കഴുകി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അന്നേരം പറഞ്ഞു എനിക്കിവിടെ വന്നപ്പോൾ ഒരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ഹണിമൂൺ ഷോ അതൊക്കെ ഉള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മാറി, പിറ്റേ ദിവസം മാറി. പക്ഷെ അത് പറയുമ്പോൾ അതിനകത്ത് ഒരു ആത്മാർത്ഥതകളില്ലേ എന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. സത്യമാണ്. എന്തു ആയിക്കോട്ടെ, ഒരു മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും 10 ദിവസം ആയാലും അല്ലെ 50 ദിവസം അവര് ഒരുമിച്ച് ആ സ്നേഹം പങ്കിട്ട് നല്ലൊരു സൗഹൃദം പങ്കിട്ടിട്ട് അതൊരു ഹണിമൂൺ ഇതായിരുന്നു പറയുമ്പോ ഒരു ആര്യന്റെ ഒരു വിമർശനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആര്യത്തിന് ഗുണം ചെയ്യത്തില്ല ആ ഒരു ടോക്ക്. വെളിയിൽ ബിഗ് ബോസ് കഴിഞ്ഞ് 2 3 ആഴ്ച കഴിയുമ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങിയാലും ആര്യൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അനീഷിന് ക്യാമറ സ്പേസിലെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളം നടക്കണം നെവിനുമായിട്ട്. നെവിനൊക്കെ വിരളി പൂട്ടിരിക്കുക. കാര്യം ആര്യന്റെ പിന്നെ അനീഷിന്റെ പബ്ലിക് ഇമേജ് എന്താണെന്നുള്ളത് ഇവരുടെയൊക്കെ ഏറെക്കുറെ ഫാമിലി വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ അതിനുശേഷമാണ് ശരിക്കും ഒരു വിരളി പൂണ്ട് നടക്കുന്നത്. ശരിക്കും അത് അങ്ങനെ തന്നെ വേണം പറയാൻ. കാര്യം ബിന്നിക്ക് പോലും എത്ര സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് ഹസ്ബൻഡ് വന്നപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവര് വലിയ വലിയ കളികളൊന്നും കളിക്കാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ലക്ഷ്മിയാണെന്ന് പിന്നെ അനീഷുമാണ് ഇതിൽ പോയേക്കുന്നത്, ജയിൽ നോമിനേഷൻ പോയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നീതിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ലക്ഷ്മി അനീഷ് കഴിഞ്ഞ ആഴ്ച പോയ ആളാണ്. ലക്ഷ്മി ഒന്ന് പോയതാണ് എന്ന് വെച്ചാൽ പോയാലും വിടണ്ടെന്നല്ല, ലക്ഷ്മി കുറ്റം സമ്മതിക്കുന്നുണ്ട്. ഇന്ന് എന്തോ ഒരു കുറ്റം ചെയ്തതായിട്ട് തോന്നുന്നൊക്കെ പറയുന്നുണ്ട്. ലക്ഷ്മി തന്നെ സ്വയം സമ്മതി. പക്ഷെ അനീഷ് പറഞ്ഞു എനിക്കറിയത്തില്ല എന്തിനാ എന്നെ ജയിലിൽ ഇട്ടതെന്ന്. സത്യം പറഞ്ഞ ഷാനവാസ് കൂടെ നിന്നിട്ട് ചതിക്കുകയാണോ? അതുപോലെ ഷാനവാസിന്റെ ഒരു ഡബിൾ ഫേസ് നമുക്ക് കാണാം. അതിന്ന് ലക്ഷ്മിയെ എടുത്ത് ശരിക്കും പറഞ്ഞാൽ അനീഷ് മനസ്സ് തുറക്കുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളൊരു ഇന്റിമേറ്റ് ചാടി പിടിച്ച് ഫ്രണ്ട് എന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കാനൊന്നും അനീഷ് പോകത്തില്ല. അനീഷ് അത് വിലയിരുത്തി. അപ്പൊ അനീഷിന് ഈ പിന്നെ ഉള്ളിന്റെ ഉള്ളിൽ ചില മനുഷ്യ സ്നേഹമൊക്കെ ഉണ്ടെന്നുള്ളതിന് തെളിവൊക്കെയാണ്. കാര്യം ഷാനവാസിന് ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പൊ ആ മരുന്ന് കൊടുക്കുന്ന കാര്യങ്ങളിൽ പുള്ളിയാണ് അച്ഛൻ 9 വയസ്സ് മുതൽ മരുന്ന് എടുത്ത് കൊടുത്ത് ഉള്ള ശീലവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു അസുഖത്തിന്റെ തീവ്രതയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ മരുന്ന് എടുത്തു കൊടുക്കുന്നതിനൊക്കെ എല്ലാവർക്കും പുള്ളി ഭയങ്കര വ്യാപൃതനായി നിന്ന് അതൊക്കെ പുള്ളിക്ക് എതിരായിട്ടാണ് വരുന്നത്. ചെയ്തതെല്ലാം വിനയായിട്ടാണ് ഇപ്പൊ അനീഷിന് മാറുന്നത്. അനീഷ് ഇന്ന് പക്ഷെ ജയിലിൽ പോയത് എനിക്ക് തോന്നുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു ഹൗസ് അംഗങ്ങളിലും പുറത്തും ഈ മറ്റു ആര്യനും ഒക്കെ കയറി വന്നപ്പോ സാബുമാനും ഒക്കെ കയറി വന്നപ്പോ പുള്ളിയുടെ ഗ്രാഫിച്ചിൽ താന്നത് ഈ ജയിലിൽ കിടത്തും അത് അനീതികേടായതുകൊണ്ടായിരിക്കാം ഒരു സപ്പോർട്ട് അനീഷിന് കയറും എന്ന് എന്റെ ഒരു പേഴ്സണൽ വിലയിരുത്തല്. ബിഗ് ബോസ് ഇനി എന്താ തീരുമാനിക്കുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ അനീഷ് തന്നെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അനീഷ് കപ്പ് കൊണ്ടുപോകുന്നത് നമുക്ക് ഡെഫിനറ്റ് പറയാം. അനീഷ് അല്ലെങ്കിൽ ഷാനവാസ് അല്ലെങ്കിൽ പിന്നെ അനിമോൾ അല്ലെങ്കിൽ അക്ബർ, ഈ 4 പേര് 5 പേര് ഒരാൾ ആരും ആയിക്കോട്ടെ, നമുക്ക് പറയാനുള്ള അവകാശമില്ല. ഇത് മുൻ പ്രൊഡിക്ഷൻ ഒന്നും അല്ല, ബിഗ് ബോസിന്റെ ന്യൂസ് ചോർത്തലും അല്ല. നമുക്കൊരു ഇതില്ലേ, കാണുന്ന പ്രേക്ഷകൻ എന്നുള്ളത് നമുക്ക് പറയാനുള്ള അവകാശമുണ്ട്. ആ രീതിയിൽ പറയുന്നുള്ളൂ. അല്ലാതെ ഇന്നും പറഞ്ഞ് ബിന്നി അവിടുന്ന് അത് എവിക്റ്റ് ആയി മറ്റേ എന്നൊക്കെ പറഞ്ഞ ഒരു ചാനൽ ഞാൻ കണ്ടു. നമ്മൾ വിശ്വസിക്കുന്നില്ല. അത് അവിടെ പറയുന്ന കാര്യങ്ങള് നമ്മള് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു ജനങ്ങളുടെ തെറ്റിദ്ധാരണ ബിഗ് ബോസിൽ ഉണ്ടാക്കുന്നു ഒത്തിരി പേര്. അതിന് ലാലേട്ടൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇതൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ജയിൽ നോമിനേഷന് ക്യാപ്റ്റൻസി ടാസ്ക് ഇതൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്ന് ഷൂട്ട് ലാലേട്ടന്റെ ഇന്നും നാളെയൊക്കെ ആയിട്ട് ഷൂട്ട് വരേണ്ട ദിവസങ്ങളൊക്കെ ആണല്ലോ. അപ്പം നമുക്ക് നാളെ വൈകുന്നേരം വരെ കാത്തിരുന്ന് കാണാം ആരാണ് എവിക്റ്റ് ആകുന്നത്. പുതിയ ലാലേട്ടൻ എന്ത് തന്ത്രങ്ങളാണ് ഇനിയും ഈ 11-12 പേരിലേ ഉള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി എന്തൊക്കെയാണ് പുതിയ പയറ്റ്, അതായത് ടാസ്കുകൾ പണി കൊടുക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാൻ. നന്ദി, നമസ്കാരം.